ടിവിയിൽ കാണുന്ന ഗൾഫും സ്വപ്നം കണ്ട് കേറി വന്നതാ അങ്ങട്ട്. വന്നു പെട്ടതോ ഒരലാക്കിലെ മരുഭൂമിയിലും. ഇങ്ങോട്ട് തിന്നാൻ കിട്ടിയതോ ഉണക്ക കുബൂസും. ഉണക്ക കുബൂസും തിന്ന് 12 മണിക്കൂർ പണി പറഞ്ഞ് 15-16 മണിക്കൂർ പണിയെടുക്കണം. ഇതൊക്കെ കഴിഞ്ഞ് 16-17 മണിക്കൂർ പണി എവിടെ പൊരി വെയിലെത്തും. അത് ഒടുക്കത്തെ പൊടിക്കാറ്റും പിന്നെ ഒരാക്കിലെ തണവും. ഇതൊക്കെ സഹിച്ചിട്ട് മനസ്സാകങ്ങനെ നിൽക്കുമ്പോഴാവും അറുതെയുള്ള ചീറ്റി പണിയെടുത്തത് ശരിയായില്ലാന്നും പറഞ്ഞു. ഇതൊക്കെ സഹിച്ച് നാട്ടിലേക്കൊന്ന് വിളിച്ചിട്ട് ഒന്ന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വിളിക്കുക. നാട്ടിലേക്ക് വിളിച്ചാൽ ഇളയമാന്റെ മാന്റെ നൂലുകെട്ടാണ്, എളാപ്പാന്റെ മാന്റെ കല്യാണാണ്, അടിയന്തരാണ്, പൈസ അല്ല എന്നുള്ള വിചാരം. ഇവരുടെയൊക്കെ വിചാരം ഇവിടെ ഗൾഫിൽ പണം കായ്ക്കണ മരം ഉണ്ടെന്നാ. ആ പണം കായ്ക്കണ മരം പോയിട്ട് അലാവുദ്ദീന്റെ വളർത്തിയ മരുഭൂമിയിൽ എവിടെയും കാണാനുമില്ല. നാട്ടുകാർക്ക് എന്താ വേണ്ടുള്ളൂ? പൈസാന്ന് മാത്രം. 2000 ഉറുപ്പ്യ കൊണ്ട് നാട്ടിലൊരു മാസത്തെ ചെലവ് നടത്തിയിരുന്ന വീട്ടുകാരാ. ഇപ്പൊ 20,000 കിട്ടിയാലും പോരാ. ഇനിയിപ്പോ 20,000 അയച്ചു കൊടുത്തെങ്കിൽ അത് പോരാ. ഇനിയിപ്പോ 2 ലക്ഷം അയച്ചു കൊടുത്താലും ഇതന്നെയാവും അവസ്ഥ. അവർക്ക് മാസം അവസാനം പൈസാണ്. അപ്പൊ എന്താണ് പരിപാടി? നാട്ടിലേക്ക് ബിൽ അങ്ങോട്ട് നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? ശമ്പളം കിട്ടുമ്പോൾ മാത്രം വിളിക്കുക. എത്ര റുപ്യ ആഴ്ച കിട്ടോ എല്ലാവർക്കും കൊടുക്കുക. കല്യാണത്തിന് പോവുക, അടിയന്തരത്തിന് പോവുക, വീടിരിക്കലിന് പോവുക, എന്താ വേണ്ടിട്ട് ചെയ്തോന്ന് മാത്രം പറയാം. പ്രവാസി എന്നും പ്രവാസി തന്നെ. കൊടുക്കുന്നവൻ എന്നും കൊടുത്തുകൊണ്ടേയിരിക്കും, വാങ്ങുന്നവൻ എന്നും വാങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് ഇവിടുത്തെ ഒരു സ്വഭാവമാണ്. അത് ഇവിടെ വന്ന് നോക്കുമ്പോഴല്ലേ മനസ്സിലാവണം. ഇനി പൈസ ഒക്കെ അയച്ചു കൊടുക്കാം. നമ്മൾ അവർക്ക് വേണ്ടി തന്നെ കഷ്ടപ്പെടുന്നു. നാട്ടിലേക്ക് വിളിക്കുമ്പോൾ ഒരു സമാധാനം തരുമോ? അതുമില്ല. എന്നും പരാതികൾ തന്നെ. അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അവിടേക്ക് പറഞ്ഞയച്ചില്ല, ഇവിടേക്ക് പറഞ്ഞയച്ചില്ല പറഞ്ഞിട്ട് എന്നും പരാതി. ഞാൻ ഇന്നും ഗൾഫിലാണറിയാ. ഷാഫി പാടിയ പാട്ട് എത്ര നല്ല പാട്ട്. എന്തായാലേ ഇതൊക്കെ തന്നെയാണ് പ്രവാസി. അവസാനം ഒരു ലോഡ് മരുന്നും ഇല്ലാത്ത അസുഖം മുഴുവൻ വലിച്ചു കെട്ടിയിട്ട് അങ്ങനെ പോകുക. ഇവിടെ 1 ഉറുപ്പ്യ കൊടുത്ത് ഒരു പെപ്സി പോലും വാങ്ങി കുടിക്കാത്ത ആൾക്കാരാ നാട്ടിൽ. എന്താ അവരുടെയൊക്കെ സെറ്റപ്പ്?